വേദനയും നീർക്കെട്ടും മാറാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന സിമ്പിൾ ആയ ഒരു കപ്പിംഗ് തെറാപ്പി പഠിപ്പിച്ചു തരാം. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽ എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇതിനാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന സാധാ ഗ്ലാസ്സുകളാണ്. അപ്പൊ എത്ര ഗ്ലാസ് ഉണ്ടോ അത്രയും കോയിൻസ് എടുക്കുക, 1-2 രൂപ. അതുപോലെ കോയിൻസിന്റെ അത്ര ഉണ്ടോ അതുപോലെ ഒരു 3 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള തുണി, ഏത് തുണി വേണമെങ്കിലും എടുക്കാം. ആദ്യം ഒരു തുണി എടുത്തിട്ട് ആ തുണിയുടെ നടുഭാഗത്ത് നമ്മൾ ആ കോയിൻ വെക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ ആ കോയിൻ ഇങ്ങനെ ചുറ്റുക. അപ്പൊ നമുക്ക് ഈ കോയിൻ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഷേപ്പ് ഇത് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ അറ്റം ഏതെങ്കിലും ഒരു എണ്ണയിൽ മുക്കി വെക്കുക. ഇനി ഇവിടെയാണ് വേദനയെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് തൈലം തേച്ച് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഏറ്റവും വേദനയുള്ള ഭാഗത്ത് നമ്മൾ ആ കോയിൻ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ അത് ഇവിടെ ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് അതിന്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കുക. അതിനകത്തുള്ള ഓക്സിജൻ എല്ലാം ബേൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ചെറിയൊരു സക്ഷൻ ഉണ്ടാവും. കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മളുടെ പല കൾച്ചറിന്റെയും ഭാഗമായിരുന്നു. 1974 ഇറങ്ങിയ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഇറ്റലിയിലുള്ളപ്പോൾ ഈ കപ്പിംഗ് യൂസ് ചെയ്യുന്ന ഒരു സീൻ അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ജാക്കി ചാൻ അഭിനയിച്ച കരാട്ടെ കിഡ് എന്ന് പറയുന്ന സിനിമയിലും ഒരു കുട്ടിയുടെ ഒരു ടൂർണമെന്റിൽ ഇഞ്ചുറി നടക്കുന്നതിന് ഇടയിൽ ഈ കപ്പിംഗ് തെറാപ്പി ഉപയോഗിച്ച് ആ കുട്ടിക്ക് റിലീവ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് പണ്ട് മുതൽക്ക് കുടം കമഴ്ത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഇത് അറിയപ്പെട്ടിരുന്നു. എൻ്റെ അടുത്ത് പല പേഷ്യൻസും വന്നിട്ടുണ്ട്, ഇതിങ്ങനെ ചെയ്ത് നോക്കി അപ്പോൾ കുറച്ച് റിലീഫ് കിട്ടി, അതിനുശേഷമാണ് ചെയ്യുന്നത്. അമേരിക്കൻ നീന്തൽ താരം മൈക്കൽ ഫെലപ്സ് ഒരുപാട് ഗോൾഡ് മെഡൽ ജേതാവാണ്. അദ്ദേഹത്തിന്റെ ഫിസിയോസ് എല്ലാം ഈ കപ്പിംഗ് ഉപയോഗിച്ചിരുന്നതിന്റെ മാർക്ക് വളരെ വ്യക്തമാണ്. ഇത് ഉപയോഗിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു റീഹാബിന്റെ ഭാഗമായിട്ടായിരുന്നു. അതായത് റിക്കവറി ഫാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കപ്പിംഗ് തെറാപ്പി ഞാൻ എന്റെ പ്രാക്ടീസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-8 വർഷമായി ഞാനിത് ഡോക്ടേഴ്സിന് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ കപ്പിംഗ് തെറാപ്പി ഒരു മസിൽ സ്പാസം റിമൂവ് ചെയ്യാനും നീർക്കെട്ട് കുറയാനും വേദനയ്ക്കൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ കപ്പിംഗ് തെറാപ്പി കൊണ്ട് എല്ലാ അസുഖം മാറ്റാം എന്ന് പറയുന്നതും തെറ്റാണ്. അതുപോലെ കപ്പിംഗ് തെറാപ്പി ഒരു ഗുണവുമില്ല എന്ന് പറയുന്നതും തെറ്റാണ്. ഇത് സക്ഷൻ എന്ന പ്രിൻസിപ്പിൾ നമുക്ക് എഫക്റ്റീവ്ലി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് മാത്രമാണ് ഇതിൽ ആലോചിച്ചാൽ മതി. ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീ ഉപയോഗിക്കുന്നതുകൊണ്ട് പൊള്ളാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിന് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ ഉള്ളിക്ക് വന്നാൽ അത് റിലീസ് ആവും. നമുക്കിത് 1-2 പ്രാവശ്യം കൂടി നമുക്കിത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ആ ഭാഗത്ത് വരുന്ന സ്കിന്ന് ലിഫ്റ്റ് ആവുമ്പോൾ അവിടേക്ക് ഓട്ടോമാറ്റിക് നല്ലൊരു സർക്കുലേഷൻ വരുന്നു. അതുപോലെ അവിടുത്തെ നീർക്കെട്ട് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് നമ്മൾ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്. ഡിസ്ക് ബൾജും നടുവേദനയൊക്കെ ഉണ്ടായാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായി പറഞ്ഞുതരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ നീർക്കെട്ടായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും.